കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്ക് സമീപം വെന്നിമലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ച് സാന്നിധ്യമരുളുന്ന അപൂർവ ക്ഷേത്രമാണ് വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രം. ശ്രീരാമലക്ഷ്മണന്മാർക്കൊപ്പം ഹനുമാൻ സ്വാമിയും ക്ഷേത്രത്തിലുണ്ട് എന്നാണ് വിശ്വാസം. ഗണപതി, ശിവൻ, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഭഗവതി, സർപ്പദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷിയമ്മ എന്നീ ഉപദേവ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ശ്രീരാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനായി ഇതുവഴി കടന്നു വന്നിരുന്നതായാണ് ഐതിഹ്യം. അക്കാലത്ത് രാക്ഷസന്മാരുടെ ശല്യം കൂടുതലുണ്ടായിരുന്നൊരു പ്രദേശമാണ് ഇത് എന്ന് വിശ്വസിക്കുന്നു. ശ്രീരാമന്റെ അനുമതിയോടെ രാക്ഷസന്മാരെ വകവരുത്തുവാനായി ലക്ഷ്മണൻ യാത്ര തിരിച്ചുവെന്നും രാക്ഷസ നിഗ്രഹത്തിൽ ലക്ഷ്മണൻ വിജയക്കൊടി പാറിച്ച സ്ഥലം വിജയാദ്രി എന്നും പിന്നീട് വെന്നിമല എന്നും അറിയപ്പെടുവാൻ തുടങ്ങി. ക്ഷേത്രത്തോടനുബന്ധിച്ച ഗുഹയിൽ കപില മഹർഷി തപസ്സനുഷ്ഠിച്ചിരുന്നതായി വിശ്വസിക്കുന്നു. ഈ ഗുഹ കപില ഗുഹ എന്നറിയപ്പെടുന്നു. വിജയദശമി ദിനത്തിൽ ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറേക്കാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. 2 കൊടിമരങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. ശ്രീരാമലക്ഷ്മണസ്വാമിക്ക് പാൽപായസം, മുല്ലമാല ചാർത്തൽ, എണ്ണ അഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. താഴമൺ മഠത്തിനാണ് തന്ത്രാധികാരം. കുംഭമാസത്തിൽ രോഹിണി നക്ഷത്രം ആറാട്ടായി 10 ദിവസമാണ് തിരുവുത്സവം. എല്ലാ ദിവസവും പിതൃക്കൾക്കായി പിതൃബലി കർമാദികളും പിതൃമണ്ഡപത്തിൽ തിലഹോമവും നടത്തപ്പെടുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും വെന്നിമല ശ്രീരാമലക്ഷ്മണ ക്ഷേത്രത്തിനുണ്ട്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കർക്കിടക ബാഹുബലിക്കായി വെന്നിമലയിലെ തീർത്ഥക്കുളത്തിലെത്തുന്നത്. ഷഡ്കാല ഗോവിന്ദമാരാർ ജനിച്ചത് വെന്നിമലയിലെ പുളിക്കൽമാരാത്ത് എന്ന മാതൃഗൃഹത്തിലാണ്. ഐതിഹ്യമാലയിലും ഉണ്ണിനീലി സന്ദേശത്തിലും വെന്നിമലയെക്കുറിച്ച് പരാമർശിക്കുന്നു. കോട്ടയത്ത് നിന്നും പാമ്പാടിയിലേക്കുള്ള റോഡിലൂടെ യാത്ര ചെയ്ത് മണർകാടിനും പാമ്പാടിക്കും ഇടയ്ക്കുള്ള വെള്ളൂരിലെത്തുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് കാണാം. ചേരമാൻ പെരുമാൾ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രത്തിൻ്റെ ഭരണം ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിനാണ്.